السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, അവർക്ക് ഗുണം ചെയ്യുക, അവർക്ക് ഖിദ്മത്ത് സേവനം ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ഒരു നിഅമത്താണ്. കാരണം മാതാപിതാക്കളോട് എല്ലാ നിലക്കും വളരെയധികം ബഹുമാനത്തോടെ, ആദരവോടെ, സ്നേഹത്തോടെ വർത്തിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വലാ തഖുൽ ലഹുമാ ഉഫ്, അവരോട് നീ ഛേ എന്ന് വാക്കുപോലും പറയരുത് എന്ന് പറഞ്ഞാൽ അത്രത്തോളം അവരോട് വളരെ ആദരവോടുകൂടി ആയിരിക്കണം നിൻ്റെ പെരുമാറ്റം ഉണ്ടാവേണ്ടത്. ഒരിക്കലും അവരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്കും ഒരു പ്രവർത്തനവും നിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. എല്ലാ നിലക്കും അവരോട് നല്ല നിലയിൽ കാരുണ്യത്തോടുകൂടെ നീ പെരുമാറണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. തീർന്നില്ല, അവർക്ക് വേണ്ടി നീ എപ്പോഴും പ്രാർത്ഥിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹുവേ, ഞാൻ ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പാടുകളാണ് അവർ സഹിച്ചത്, അവരെന്നോട് എന്തുമാത്രം കാരുണ്യമാണ് ചെയ്തത്, അതുപോലെ അവരോട് നീ കരുണ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന മാതാപിതാക്കൾക്ക് വേണ്ടി നടത്തണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ എത്രമാത്രം കടപ്പാട് നമുക്ക് മാതാപിതാക്കളോടുണ്ട്. ആ മാതാപിതാക്കളെ ആദരവോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ നിനക്ക് അവർക്ക് സേവനം ചെയ്യാൻ വേണ്ടി സാധിച്ചാൽ അത് നിനക്ക് സ്വർഗത്തിലെത്താൻ അത് കാരണമായി തീരുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയും, ഭൗതികമായ ലോകത്ത് നീ എന്തായിരുന്നോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ആ ഇഷ്ടം നിനക്ക് നാളെ സ്വർഗത്തിലും സാധിപ്പിച്ചെടുക്കാൻ അതുവഴി മാതാപിതാക്കളെ ബഹുമാനിക്കുക, ആദരിക്കുക, അവർക്ക് സേവനം ചെയ്യുക വഴി നിനക്ക് സാധിക്കുമെന്നും മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. മഹാനായ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് അവിടുന്ന് സ്വർഗം സ്വപ്നം കണ്ട വിഷയം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ പറഞ്ഞതായി കാണാം, ദഖൽത്തുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ ഫസമിഅ്തു ഖിറാഅത്തൻ, വിശുദ്ധ ഖുർആൻ ഇങ്ങനെ നല്ല അതിമനോഹരമായ ശൈലിയിൽ പാരായണം ചെയ്യുന്നതായി ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആരാണ് ഇത് എന്നത് സംബന്ധിച്ച് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ് അതെന്നറിയാൻ സാധിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയുക, അങ്ങനെ മഹാന്മാരാൻ സഹാബത്ത് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഹാരിസത്ത് ബിൻ നുഅ്മാനിന് ഈ വലിയൊരു സ്ഥാനം അഥവാ വിശുദ്ധ ഖുർആൻ സ്വർഗത്തിൽ വെച്ചുകൊണ്ടും പാരായണം ചെയ്യാനുള്ളൊരു അവസരം അല്ലാഹു തആല നൽകിയത്? മഹാന്മാർ പറയുന്നുണ്ട്, മഹാനവർകൾ ബഹുമാനപ്പെട്ട ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന സഹാബി വര്യർ ഖാന അബറന്നാസി ബി ഉമ്മിഹി, ഉമ്മയോട് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന ആളായിരുന്നു. ഉമ്മയ്ക്ക് എല്ലാ നിലക്കും സേവനം ചെയ്യുന്ന, ഉമ്മയെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് മഹാന്മാരാകുന്ന സഹാബത്ത് നമ്മോട് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള, ആരോഗ്യത്തോടു കൂടിയുള്ള, സിഹത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടവർക്കെല്ലാം അല്ലാഹു തആല അവൻ്റെ മഹദ് ഫള് കൊണ്ട് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മളെയൊക്കെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള വലിയൊരവസരം അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.